നമസ്കാരം. 9 മണി ഒറ്റനോട്ടം ആരംഭിക്കും. മനുഷ്യക്കടത്തിലെ തെളിവുകൾ തേടി. മുനമ്പം മനുഷ്യക്കടത്തിൽ ഡൽഹിയിൽ പിടിയിലായ രവിയെ കൊച്ചിയിലെത്തിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. അന്വേഷണ സംഘം നേരത്തെ കസ്റ്റഡിയിലെടുത്ത ബോട്ടുടമ അനിലിന്റെയും ഡൽഹി സ്വദേശി പ്രഭുവിന്റെയും അറസ്റ്റ് ഇനിയും രേഖപ്പെടുത്തിയിട്ടില്ല. തിങ്കളാഴ്ചയാണ് ഡൽഹി സ്വദേശി രവി സനൂപ് രാജയെ ആലുവ വെസ്റ്റ് SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. മുനമ്പത്ത് നിന്ന് ന്യൂസിലൻഡിലേക്ക് കടക്കാൻ ശ്രമിച്ച ശേഷം പിന്മാറി ഡൽഹിയിലേക്ക് മടങ്ങിയതായിരുന്നു രവി. മോഷണം ഉൾപ്പെടെ 21 കേസുകളിൽ പ്രതിയാണ് രവി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. മനുഷ്യക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശ്രീകാന്ത് അടക്കമുള്ള മുഖ്യകണ്ണികളുമായുള്ള ബന്ധമാണ് അന്വേഷിക്കുന്നത്. രവിയെ കൂടാതെ കസ്റ്റഡിയിലുള്ള ബോട്ടുടമ അനിൽകുമാറിന്റെയും ഡൽഹി സ്വദേശി പ്രഭുവിന്റെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെ ഇന്റലിജൻസ് ബ്യൂറോ ഇവരെ ചോദ്യം ചെയ്യുകയും ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘവുമായി ചർച്ച നടത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ കൂടുതൽ ഏജൻസികളുടെ ചോദ്യം ചെയ്യലുണ്ടാകും. മുനമ്പത്ത് നിന്ന് ന്യൂസിലൻഡിലേക്ക് കടന്നവരിൽ ശ്രീലങ്കൻ സ്വദേശികൾ ഉള്ളതിനാൽ ശ്രീലങ്കൻ ഏജൻസിയുടെ സഹായവും തേടിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഒരാഴ്ച കൂടി സമയം വേണമെന്ന് ദിലീപ്. നാളെ പരിഗണിക്കാനിരിക്കുന്ന കേസ് ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപിന്റെ അഭിഭാഷക രഞ്ജിത റോത്തഗി സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകി. വിവരങ്ങളുമായി M ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്താണ് ദിലീപ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലുള്ള ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടാണ് ദിലീപ് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത്. ദിലീപിന്റെ ഹർജി സുപ്രീംകോടതി പരിഗണിക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ദിലീപ് കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നേരത്തെ ഈ ദിലീപിന്റെ ഹർജിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതിന് മറുപടി നൽകാൻ ഒരാഴ്ച കൂടി സാവകാശം വേണമെന്നാണ് ദിലീപിന്റെ ആവശ്യം. നാളെ പരിഗണിക്കാനിരിക്കുന്ന കേസ് ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ദിലീപിന്റെ അഭിഭാഷക രഞ്ജിത റോത്തഗി സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേസിൽ ദിലീപിന് വേണ്ടി ഹാജരാകുന്ന മുകുൾ റോത്തഗിക്ക് നാളെ ഹാജരാകുന്നതിൽ അസൗകര്യമുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നാളെ കേസ് ലിസ്റ്റ് ചെയ്തെങ്കിലും ഈ അപേക്ഷയായിരിക്കും കോടതിയുടെ പരിഗണനയിലെത്തുക. ദിലീപിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കോടതി കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കാനുള്ള സാധ്യതയാണുള്ളത്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദിലീപിന്റെ ഹർജിയിൽ വിശദമായ വാദത്തിനായാണ് ഈ കേസിന് കോടതി പരിഗണിക്കുക. വീണ്ടും M ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് അറിയാൻ മൂത്രപരിശോധന നടത്താനുള്ള കോളേജ് അധികൃതരുടെ തീരുമാനം വിവാദത്തിൽ. കോലഞ്ചേരി മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ ഇതിനായി സർക്കുലർ ഇറക്കി. സർക്കുലറിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണയുണ്ടെന്നും വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയുകയാണ് ലക്ഷ്യമെന്നും കോളേജ് അധികൃതർ പറയുന്നു. നിലവിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ പുതിയ അധ്യയന വർഷത്തിലെത്തുന്ന കുട്ടികളുടെയും ലഹരി ഉപയോഗത്തെക്കുറിച്ചറിയാൻ മൂത്രപരിശോധന നടത്താനാണ് തീരുമാനം. ഇക്കാര്യത്തെക്കുറിച്ചുള്ള നിയമാവലി പ്രവേശന സമയത്ത് തന്നെ നൽകും. സമ്മതപത്രം പ്രവേശന സമയത്ത് തന്നെ ഒപ്പിട്ട് നൽകണമെന്നും മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. ഇതിന് തയ്യാറായില്ലെങ്കിൽ കോളേജിലോ ഹോസ്റ്റലിലോ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാൻ കഴിയില്ല. കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നടപടിയെന്നാണ് അധികൃതരുടെ വിശദീകരണം. കോളേജസിന് നമ്മൾ എങ്ങനെ ആരാ യൂസ് ചെയ്യണേ ആരാ യൂസ് ചെയ്യാത്ത നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സ്ക്രീൻ ചെയ്തിട്ടല്ലാണ്ട് മനസ്സിലാക്കുക. നമുക്ക് വി കനോട്ട് കാസ്റ്റ് റോങ് ആസ്പെർഷൻസ് ഓൺ പീപ്പിൾ. അതുകൊണ്ടാണ് വി ഡിസൈഡഡ് ദാറ്റ് വി വിൽ ഹാവ് എ റാൻഡം ടെസ്റ്റിംഗ് ആൻഡ് ഇഫ് വി ഫൈൻഡ് സംബഡി ഈസ് ദേർ വി വിൽ ഇൻഫോം ദ പേരന്റ്സ് അബൌട്ട് ഇറ്റ്. പരിശോധനയിൽ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിച്ചു എന്നറിഞ്ഞാൽ മാതാപിതാക്കളെ വിവരമറിയിക്കും. വേണ്ട രീതിയിലുള്ള കൗൺസിലിംഗ് നൽകുകയും ചെയ്യും. And this is mainly to help them because നമ്മുടെ സ്റ്റേറ്റിൽ മുഴുവൻ ഇത്ര വൾണറബിൾ ആയിരിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെ ഒന്നും പെട്ടുപോയത് ഞങ്ങളുടെ ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങളത് ചെയ്യണതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. സർക്കുലറിന് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും പൂർണ്ണ പിന്തുണയുണ്ടെന്നാണ് കോളേജ് അധികൃതർ വിശദമാക്കുന്നത്. വിനീത VG, ന്യൂസ് 18 കൊച്ചി. ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ഹരീഷ് വാസുദേവൻ, വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് അറിയാനാണ് മൂത്രപരിശോധന നടത്താൻ കോലഞ്ചേരി മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണയുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവിക്കായാണ് ഇത് എന്നും അവർ പറയുന്നു. അപ്പോൾ പോലും ചില അവകാശങ്ങളുടെ ലംഘനം, എല്ലാ വിദ്യാർത്ഥികളും ഈ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരുന്ന സാഹചര്യമൊക്കെയും ചില ചോദ്യങ്ങൾ ഉയർത്തുന്നില്ലേ? ഇതിൽ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നം അത്തരം ഏതെങ്കിലും ഒരു സാഹചര്യം അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് എല്ലാവരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് നടത്താൻ പറ്റുമോ എന്നുള്ളതാണ്
എന്റെ സംശയം. കാരണം നമുക്കറിയാം, മുഴുവൻ ആളുകളെയും പരിശോധിക്കുക പോലുള്ള സംഗതികൾ അത് മുഴുവൻ ആളുകളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ്. എന്നാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട്, ഇപ്പൊ അഡ്മിഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടോ ഈ പറയുന്ന അതിന് വിധേയരാകുന്ന ആളുകളെ കൂടി അവരുടെ കൂടി സമ്മതം എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള നടപടി വിധേയമാക്കാവുന്നതാണ്. എല്ലാവരുടെയും സമ്മതമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമപരമായി യാതൊരു പ്രശ്നവുമില്ല. സമ്മതമില്ലാതെ ആരുടെയെങ്കിലും ഇത്തരം ശരീര സ്രവങ്ങൾ പരിശോധിക്കുകയോ അത് അവരുടെ സ്വകാര്യതയെ മാനിക്കാതെ അതിന്റെ റിസൾട്ട് പുറത്തു വരികയോ ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അൺഎത്തിക്കൽ ആണ്. എന്ന് മാത്രമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് കടന്നു കയറാൻ കഴിയുന്ന ലിമിറ്റിന് അപ്പുറവുമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനകത്തുള്ള പ്രവർത്തികൾ നിയന്ത്രിക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. അവിടുത്തെ ആക്ടിവിറ്റീസ് നിയന്ത്രിക്കാം. പക്ഷേ ഇത്തരത്തിൽ ആളുകളുടെ ശരീരസ്രവങ്ങൾ പരിശോധിക്കുന്നത് പോലെയുള്ള സംഗതികൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ചെയ്യാൻ അധികാരമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അതൊരു കോമൺ ഗുഡിന് വേണ്ടിയാണെങ്കിൽ അവിടുത്തെ ആളുകളെ, വിദ്യാർത്ഥികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവരുടെ കൂടി പിന്തുണ ആർജിച്ചുകൊണ്ട് അവരുടെ സമ്മതത്തോടുകൂടി അത് ചെയ്യാവുന്നതാണ്. അത് വളരെ നല്ല കാര്യമാണ്, അത് ചെയ്യേണ്ടതാണ്. അത് സമ്മതത്തോടുകൂടി നടക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ നന്ദി ഹരീഷ് വാസുദേവൻ ഞങ്ങളോട് സഹകരിച്ചത്. KSRTCയിൽ എംപാനൽ കണ്ടക്ടർമാരെ ഒഴിവാക്കുന്നതിനെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ട ശേഷം 1421 പേർ ജോലിയിൽ പ്രവേശിച്ചുവെന്നും 71 പേർ സമയം ചോദിച്ചുവെന്നും KSRTC കോടതിയെ അറിയിച്ചിരുന്നു. 3941 പേർക്ക് നിയമന ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ പിൻവാതിൽ നിയമനങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി PSC കഴിഞ്ഞ ദിവസം റിപ്പോർട്ടും നൽകി. അവധിയിലുള്ളവരുടെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രമേ സ്ഥിരം ഒഴിവുകൾ കണക്കാക്കാനാകൂ എന്ന് KSRTCയും വിശദീകരണം നൽകിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാരുടെ സമരം തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഫെബ്രുവരി 14 ആരംഭിക്കുന്ന ഇടതുമുന്നണി ജാഥയുടെ ഒരുക്കങ്ങൾ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന്റെ ഭാഗമായി മേഖലാ പാർട്ടി ക്ലാസുകൾ നടത്താൻ നിർവാഹക സമിതി യോഗം നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ഒപ്പം തുടർ പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ആദ്യമായി കേരള യാത്രയുമായി കേരള കോൺഗ്രസ് എം. ജോസ് കെ മാണി നായകനാകുന്ന യാത്ര ഈ മാസം 24-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഫെബ്രുവരി 15-ന് തിരുവനന്തപുരത്ത് അവസാനിക്കും. കോട്ടയത്തിന് പുറമെ ഇടുക്കി സീറ്റ് കൂടി ചോദിച്ച് കേരള കോൺഗ്രസ് രംഗത്തുണ്ട്. KM മാണി നയിച്ച കേരള യാത്രകൾ കേരള കോൺഗ്രസ് എം മുൻപും നടത്തിയിട്ടുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ഒരു യാത്ര ഇത് ആദ്യമാണ്. മാണിക്ക് പിന്നാലെ ജോസ് കെ മാണി നായകനാകുന്നു എന്നതും പ്രത്യേകതയാണ്. കോട്ടയത്തും ഇടുക്കിയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടി എന്ന ലേബൽ മാറ്റി സംസ്ഥാന പാർട്ടിയാവുകയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ചോദിക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം UDFൽ വെച്ച് കേരള കോൺഗ്രസ് പാർട്ടി 2 സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു. പല പ്രാവശ്യം പാർട്ടി ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കോട്ടയം സീറ്റ് തന്നെയായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് സീറ്റ് എന്നുള്ളത് കോട്ടയം സീറ്റായിരിക്കും. അതിന് പുറമെ അത് ചോദിച്ചിട്ടുണ്ട്, അത് ഇടുക്കി സീറ്റാണ്. കോട്ടയം സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറുമെന്ന അഭ്യൂഹങ്ങളും ജോസ് കെ മാണി തള്ളിക്കളയുന്നു. കേരള യാത്ര പൂർത്തിയാക്കിയാൽ സ്ഥാനാർത്ഥി നിർണയം നടത്തും. കേരള യാത്രയ്ക്ക് ശേഷം കേരള കോൺഗ്രസ് പാർട്ടിയിൽ ചർച്ച ചെയ്യും. നമ്മുടെ പരിചയസമ്പന്നരായ എത്രയോ നേതാക്കന്മാരുണ്ട്. അപ്പോൾ തീർച്ചയായും അതിനകത്ത് ഉചിതമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും. കർഷക രക്ഷ, മതേതര ഭാരതം, പുതിയ കേരളം എന്നീ മുദ്രാവാക്യങ്ങളാണ് യാത്ര മുന്നോട്ട് വയ്ക്കുന്നത്. 24-ന് കാസർഗോഡ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടി യാത്ര ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി ഫെബ്രുവരി 15-ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 കോട്ടയം. ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിപക്ഷ ഐക്യ റാലിക്ക് മറുപടി നൽകാനൊരുങ്ങി BJP. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നയിക്കുന്ന റാലി ഇന്ന് നടക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിരവധി റാലികളും യോഗങ്ങളും ബംഗാളിൽ നടത്താനാണ് പാർട്ടി തീരുമാനം. ബംഗാളിൽ മമതാ ബാനർജി സംഘടിപ്പിച്ച പ്രതിപക്ഷ ഐക്യ റാലി കൂറ്റൻ ശക്തിപ്രകടനമായി മാറിയ സാഹചര്യത്തിലാണ് BJP മാരത്തൺ റാലികൾക്ക് തുടക്കമിടുന്നത്. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ റാലികൾക്ക് തുടക്കമിടും. ബംഗാളിലെ 42 ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ദേശീയ നേതാക്കൾ അണിനിരക്കുന്ന യോഗങ്ങൾ സംഘടിപ്പിക്കും. അടുത്തയാഴ്ച പ്രധാനമന്ത്രിയെ ബംഗാളിലെത്തിക്കാനായിരുന്നു തീരുമാനമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മതി മോദിയുടെ പര്യടനം എന്ന തീരുമാനത്തിലാണ് പാർട്ടി. ഇന്ന് മാൽഡയിലെ റാലിയിൽ പങ്കെടുക്കുന്ന അമിത്ഷാ നാളെ ബിർഭൂമിലും ജാർഗ്രാമിലും 2 റാലികളെ അഭിസംബോധന ചെയ്യും. 24-ന് കൃഷ്ണനഗറിലും ജയ്നഗറിലും റാലികൾ നയിക്കും. 42 ലോക്സഭാ സീറ്റുകളുള്ള ബംഗാളിൽ 22 എണ്ണത്തിൽ വിജയമുറപ്പിക്കുകയാണ് BJPയുടെ ലക്ഷ്യം.
അമിത്ഷായുടെ ഹെലികോപ്റ്റർ മാൾഡയിൽ ഇറക്കുന്നതിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചെന്നാരോപിച്ച് ബിജെപി രംഗത്തെത്തിയിരുന്നു. അമിത്ഷായെ ഭയന്നിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അനുമതി നിഷേധിക്കുന്നതെന്ന് ബിജെപിയുടെ ആരോപണം. അതേസമയം ആരോപണങ്ങൾ തെറ്റാണെന്നും ഗോൾഡൻ പാർക്ക് ഹോട്ടലിന് എതിർവശത്തുള്ള ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി. ന്യൂസ് 18 ഡൽഹി. 15ാമത് പ്രവാസി ഭാരതീയ ദിവസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പൊതുതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രവാസി പിന്തുണ ഉറപ്പാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്നലെ ആരംഭിച്ച സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ വിവിധ സെഷനുകളിൽ പങ്കെടുത്തു. പ്രവാസി യുവാക്കൾക്കായി പ്രത്യേക സമ്മേളനവും നടന്നു. വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ വംശജരായ ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് നടക്കും. നാളെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം സാധ്യമെന്ന് വെളിപ്പെടുത്തിയ സൈബർ വിദഗ്ധൻ സയ്യിദ് ഷൂജയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിക്കാമെന്നും 2014 പൊതുതെരഞ്ഞെടുപ്പിലടക്കം കൃത്രിമം നടന്നിട്ടുണ്ടെന്നുമായിരുന്നു സയ്യിദ് ഷൂജയുടെ നിർണായക വെളിപ്പെടുത്തൽ. ഇന്ത്യൻ ജേർണലിസ്റ്റിക് അസോസിയേഷൻ ഇന്നലെ ലണ്ടനിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് അമേരിക്കയിൽ കഴിയുന്ന ഇന്ത്യൻ ഹാക്കറായ സയ്യിദ് ഷൂജ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശ്, ഗുജറാത്ത് അടക്കം നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കൃത്രിമം നടന്നിട്ടുണ്ടെന്നായിരുന്നു സയ്യിദ് ഷൂജയുടെ വെളിപ്പെടുത്തൽ. വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്ന വിഭാഗത്തിൽ താൻ അംഗമായിരുന്നെന്നും ജീവന് ഭീഷണിയുണ്ടായിരുന്നതിനാലാണ് 2014 അമേരിക്കയിൽ അഭയം തേടിയതെന്നും ഷൂജ പറഞ്ഞു. മുൻ BJP മന്ത്രി ഗോപിനാഥ് മുണ്ടയുടെയും മാധ്യമപ്രവർത്തക ഗൌരി ലങ്കേഷിന്റെയും മരണങ്ങൾക്ക് ക്രമക്കേടുമായി ബന്ധമുണ്ടെന്നും ഷൂജ ആരോപിച്ചു. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആരോപണങ്ങളെ പാടെ തള്ളിക്കളഞ്ഞു. എന്നാൽ ലണ്ടനിലെ പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് കപിൽ സിബലിന്റെ സാന്നിധ്യം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാർലമെന്റ് തള്ളിയ ബ്രെക്സിറ്റിന് ബദൽ നിർദ്ദേശവുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ. ബ്രെക്സിറ്റിലെ പ്രധാന തർക്ക വിഷയമായ ഐറിഷ് അതിർത്തി വിഷയത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് തെരേസ മേ ബ്രിട്ടീഷ് പാർലമെന്റിനെ അറിയിച്ചു. എന്നാൽ വീണ്ടും ഹിതപരിശോധനയെന്ന ആവശ്യത്തിൽ നിന്ന് MP-മാർ പിന്മാറണമെന്നും തെരേസ മേ ആവശ്യപ്പെട്ടു. ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കേണ്ട 65 പൌണ്ട് ഫീ റദ്ദാക്കുമെന്നും തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുമെന്നും തെരേസ മേ പ്രഖ്യാപിച്ചു. ക്രിമിയയ്ക്ക് സമീപം കർച്ച് കടലിടുക്കിൽ ചരക്കു കപ്പലുകൾക്ക് തീപിടിച്ച് 11 പേർ മരിച്ചു. 14 പേരെ രക്ഷപ്പെടുത്തി. ടാൻസാനിയയിൽ നിന്നുള്ള എണ്ണ ടാങ്കർ അടങ്ങിയ കപ്പലിൽ സ്ഫോടനമുണ്ടായതിനെ തുടർന്ന് സമീപത്തെ കപ്പലിലേക്ക് തീ പടരുകയായിരുന്നു. 2 കപ്പലുകളിലും ആയി 31 ജീവനക്കാർ ഉണ്ടായിരുന്നതായാണ് കണക്ക്. ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള നാവികരും ഉൾപ്പെടുന്നു. ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിട്ടെന്ന പരാതിയിൽ ഗൂഗിളിന് ഫ്രാൻസ് സർക്കാർ പിഴ ചുമത്തി. $57 മില്യൺ പിഴയായി ഈടാക്കുന്നത്. ഉപഭോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് ഗൂഗിൾ സംരക്ഷണം നൽകുന്നില്ലെന്ന് ഫ്രാൻസ് ഇന്റർനെറ്റ് നിരീക്ഷണ സമിതി കണ്ടെത്തി. വിവരങ്ങൾ ശേഖരിക്കുന്നതിലെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഗൂഗിൾ തയ്യാറായില്ലെന്നും ഫ്രാൻസ് ഇന്റർനെറ്റ് നിരീക്ഷണ സമിതി കുറ്റപ്പെടുത്തി. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ഹീര ഗോൾഡ് എക്സിം കമ്പനി 5 വർഷം കേരളത്തിൽ പ്രവർത്തിച്ചത് നിയമങ്ങൾ മറികടന്ന്. പൊതുജനങ്ങളിൽ നിന്നും പണം സമാഹരിച്ച് ബിസിനസ് നടത്തുന്നതിനുള്ള രജിസ്ട്രേഷൻ നടപടികളൊന്നും ഹീര ഗോൾഡ് എക്സിം പൂർത്തീകരിച്ചില്ല. മലബാർ കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിൽ സ്വദേശികൾക്കൊപ്പം പ്രവാസികളും ഇരയായി. പൊതുജനങ്ങൾക്കിടയിൽ നിന്നും പണം സമാഹരിച്ച് ബിസിനസ് നടത്തുന്നതിന് സംസ്ഥാനത്ത് കർശന നിയമവ്യവസ്ഥയുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരമോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലോ സ്ഥാപനം രജിസ്റ്റർ ചെയ്യണം. എന്നാൽ ഹീര ഗോൾഡ് എക്സിം ഇതൊന്നും പാലിച്ചിട്ടില്ല. 2013 ജനുവരി മുതൽ 2018 ഒക്ടോബർ വരെയുള്ള 5 വർഷക്കാലവും നിയമവിരുദ്ധമായ പണമിടപാടാണ് ഹീര ഗ്രൂപ്പ് എന്ന ഉത്തരേന്ത്യൻ കമ്പനി കേരളത്തിൽ നടത്തിയത്. നിക്ഷേപകരുടെ പരാതിയിൽ കോഴിക്കോട് ചെമ്മങ്ങാട് പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഇത് വ്യക്തമാണ്. ഇക്കാര്യങ്ങളടങ്ങുന്ന റിപ്പോർട്ടാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ചത്. എമൗണ്ട് ഈസ് ഗോയിങ് ബിയോണ്ട് 2 crore മുകളിലേക്ക് പോകും. ഇൻവെസ്റ്റിഗേഷൻ വിൽ ഇൻവോൾവ് ഔട്ട്സൈഡ് സ്റ്റേറ്റ് ഇന്റർ സ്റ്റേറ്റ് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വരും. സോ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഏറ്റെടുത്താൽ അതൊരു ഇറ്റ് വിൽ ബി ബെറ്റർ. ഈ 2 കാരണമായിട്ട് നമ്മുടെ PHQല് കേസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. ഹീര ഗ്രൂപ്പിന് കീഴിലെ 15 സ്ഥാപനങ്ങളുടെ വരുമാനവും ബിസിനസ് ശൃംഖലയും ഇടപാടുകാരെ ബോധ്യപ്പെടുത്തിയാണ് പണം സമാഹരിച്ചത്. ആദ്യമാദ്യം ലാഭവിഹിതമായി പണം ലഭിച്ചതോടെ നാട്ടിലുള്ള നിക്ഷേപകരുടെ വിശ്വാസമാർജിച്ച ഹീര ഗ്രൂപ്പ് പ്രവാസികളെയും വലയിലാക്കി. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കോഴിക്കോട്.
വീണ്ടും ഫ്ളാറ്റ് തട്ടിപ്പ്. ഫ്ളാറ്റിനായി ലക്ഷങ്ങൾ നൽകിയിട്ടും പെരുവഴിയിലാകുന്ന അവസ്ഥയിലാണ് കൊച്ചിയിലെ നിരവധി കുടുംബങ്ങൾ. കാക്കനാട്ട് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുമെന്ന ജൈന്റ് ഗ്രൂപ്പിന്റെ വാഗ്ദാനം വിശ്വസിച്ച കുടുംബങ്ങളിൽ പലർക്കും ഫ്ളാറ്റ് കിട്ടിയിട്ടില്ല. കിട്ടിയ ഫ്ളാറ്റുകൾ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. പരാതിയുമായി ഫ്ളാറ്റ് ഉടമകളെ സമീപിച്ചിട്ടും ഫലമില്ല. 19 നിലകളുള്ള ഫ്ളാറ്റിൽ ലിഫ്റ്റ് പോലും പ്രവർത്തിക്കാത്ത അവസ്ഥയാണ്. എറണാകുളം ഇൻഫോ പാർക്കിന് സമീപമായി 8 ഏക്കറിൽ 8 ഫ്ളാറ്റുകൾ എന്നതാണ് ജെയിൻ ഹൌസ് ഗ്രൂപ്പിന്റെ വാഗ്ദാനം. നിലവിൽ 8 ഫ്ളാറ്റുകളിൽ പണി പൂർത്തിയായത് 2 എണ്ണം മാത്രം. 2005 മുഴുവൻ തുകയും നൽകിയവർക്ക് ഇനിയും ഫ്ളാറ്റുകൾ ലഭിച്ചിട്ടില്ല. പരാതിയുമായി ഫ്ളാറ്റ് ഉടമകളെ സമീപിച്ചെങ്കിലും ഫലമില്ല. 2008 ഫെബ്രുവരി 28 ഇതിന് 10% അഡ്വാൻസ് കൊടുത്തിരുന്നു. പിന്നീട് 2018 മെയ് 25 അതിൻ്റെ ഫുൾ പേയ്മെന്റ് നടത്തി. 2015 ഒക്ടോബറിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടി. പക്ഷേ ഇത് ഇന്നത്തെ ഇതുവരെ ഇതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റോ ഇവിടെയുള്ള മറ്റുള്ള അമ്യൂണിറ്റീസോ ഇലക്ട്രിസിറ്റി സെപ്പറേറ്റ് മീറ്ററോ വാട്ടർ കണക്ഷനോ ഫ്ളാറ്റിന്റെ നമ്പറോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പൂർത്തിയായ ഫ്ളാറ്റുകൾക്ക് നമ്പറോ അനുബന്ധ രേഖകളോ ഇല്ല. 19 നിലയോളമുള്ള ഫ്ളാറ്റുകളിലെ ലിഫ്റ്റും പ്രവർത്തിക്കുന്നില്ല. കഴിഞ്ഞ ജൂണിൽ എൻ്റെ ഹസ്ബൻഡിന് പനി കൂടി BP കുറഞ്ഞു. ആംബുലൻസ് വെളിയിൽ വന്ന് നിന്നിട്ടും താഴെ കൊണ്ടുപോകാൻ ഒരു മാർഗ്ഗവും. ബെഡ് ലിഫ്റ്റ് ഇവിടെയില്ല. സ്ട്രെച്ചർ കൊണ്ടുവരാൻ പറ്റിയില്ല. 3 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ചെയറിലിരുത്തിയിട്ട് ഇവിടുത്തെ കെയർ ടേക്കറും പിന്നെ സെക്യൂരിറ്റി എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടാണ് താഴെ കൊണ്ടുവന്നത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും ഫ്ളാറ്റ് ലഭിക്കാതായതോടെ പണം തിരികെ ലഭിക്കണമെന്ന ആവശ്യവുമായി ജെയിൻ ഹൌസ് അധികൃതരെ സമീപിച്ചെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ല. ലിഫ്റ്റ് ഇല്ല, ലോബി ഇല്ല, ആകെ എന്താ ഉള്ള ഒന്നുമില്ല. അവിടെ ലൈൻസ് ഈ വാട്ടർ ലൈൻ ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ജനറേറ്റർ കണക്ഷൻ ഇല്ല. ഇതെല്ലാം ഒന്നും ഇല്ലാതെ തന്നെ അവര് ഞങ്ങൾക്ക് ഫ്ലാറ്റ് തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതാണ് അവസ്ഥ. 15th ഫ്ലോറിലാണ് ഞങ്ങളുടെ. ലിഫ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾക്ക് പോകാനും പറ്റില്ല, വരാനും പറ്റില്ല. സ്വിമ്മിംഗ് പൂളും ഗോൾഫ് പാർക്കും അടക്കം വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഫ്ളാറ്റ് ഉടമകൾ ഉപഭോക്താക്കളിൽ നിന്ന് പണം വാങ്ങിയത്. 40 ലക്ഷവും 50 ലക്ഷവും ഒക്കെ നൽകി നിരവധി കുടുംബങ്ങളാണ് വർഷങ്ങളായി ഫ്ളാറ്റിനായി കാത്തിരിക്കുന്നത്. വിനീത VG, ന്യൂസ് 18 കൊച്ചി. പത്മനാഭസ്വാമി ക്ഷേത്രം കേസിന്റെ അന്തിമവാദം സുപ്രീംകോടതിയിൽ ഇന്ന് ആരംഭിച്ചേക്കും. ജസ്റ്റിസുമാരായ UU ലളിത്, MR ഷാ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് അന്തിമവാദം കേൾക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം കേസിലെ അമിക്കസ് ക്യൂറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ സോളിസിറ്റർ ജനറൽ ഗോപാൽ സുബ്രഹ്മണ്യം നൽകിയ കത്ത് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കാൻ സാധ്യത. നവംബർ 25-നാണ് ഗോപാൽ സുബ്രഹ്മണ്യം കത്ത് കൈമാറിയത്. വ്യക്തിപരമായ അസൌകര്യം കാരണം അമിക്കസ് സ്ഥാനം ഒഴിയാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. പുരി ജഗന്നാഥ ക്ഷേത്ര കേസിലും ഗോപാൽ സുബ്രഹ്മണ്യം അമിക്കസ് ക്യൂറി സ്ഥാനം ഒഴിഞ്ഞിരുന്നു. കുറ്റകൃത്യങ്ങൾ തടയാൻ ഓപ്പറേഷൻ കോബ്രയുമായി തിരുവനന്തപുരം സിറ്റി പോലീസ്. കുറ്റവാളികളെയും ജനജീവിതത്തിന് ഭീഷണി ഉയർത്തുന്നവരെയും പിടികൂടാനാണ് പോലീസിന്റെ പുതിയ പദ്ധതി. ഇന്ന് 10 മുതൽ 10 ദിവസം പ്രത്യേക പരിശോധനയുണ്ടാകും. ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പാക്കാനാണ് സിറ്റി പോലീസിന്റെ ഓപ്പറേഷൻ കോബ്ര. സാമൂഹിക വിരുദ്ധർ, സ്ഥിരം കുറ്റവാളികൾ, പിടികിട്ടാപ്പുള്ളികൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, വാഹനമോഷ്ടാക്കൾ തുടങ്ങി എല്ലാത്തരം കുറ്റവാളികളും പോലീസ് നിരീക്ഷണത്തിലാണ്. അത് ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രം, സാധാരണ ജനങ്ങൾക്ക് സ്വൈരമായി ജീവിക്കാനുള്ള ഒരു അവസരം, അതിന് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികളോ മറ്റ് ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിലോ അത് ഒഴിവാക്കുക. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക. അമിതവേഗത്തിൽ വാഹനമോടിക്കുന്നവർ, അനധികൃത ബൈക്ക് റേസിംഗ് നടത്തുന്നവർ, വാഹനങ്ങൾ രൂപമാറ്റം വരുത്തുന്നവർ, വാഹനമോഷ്ടാക്കൾ എന്നിവരെയും വെറുതെ വിടില്ല. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ഉള്ള ഡ്രൈവർമാർ, ഓടിക്കുന്ന ഡ്രൈവേഴ്സ്, അല്ലാതുള്ള ഡ്രൈവേഴ്സ്, വെഹിക്കിൾസ് ചെക്കിംഗ്, ഇതുപോലുള്ള നമ്പർ പ്ലേറ്റ് മാറ്റി വെച്ചിട്ടോ കള്ള നമ്പറുകൾ വെച്ചിട്ടോ വേറെ പല രീതിയിലും വെച്ചിട്ടോ ബൈക്ക് റേസിങ്ങിനോ ഓൾട്ടർ ചെയ്തിട്ടോ എല്ലാം വെച്ചിട്ടുള്ള ബൈക്കുകളും കാറുകളും വണ്ടികളും ബാക്കിയെല്ലാം ചെക്ക് ചെയ്തു. മദ്യപിച്ച് വണ്ടി ഓടിച്ച ഈ സമയത്തിൽ 54 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന്. സ്കൂൾ ബസ്സുകളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും പരിശോധന നടത്തും. ക്ലാസ്സിൽ കയറാതെ കറങ്ങി നടക്കുന്ന കുട്ടികൾക്കു പിന്നാലെയും
പോലീസിന്റെ കണ്ണുണ്ട്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്ന കുട്ടികളും ജാഗ്രത. പകൽ സമയം മദ്യപിച്ച് വാഹനമോടിച്ചതിന് തിങ്കളാഴ്ച മാത്രം 54 പേർക്കെതിരെ കേസെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രസിദ്ധമായ കണ്ണൂർ ചിറക്കൽ ചുരയ്ക്ക് നാശത്തിന്റെ വക്കിൽ നിന്ന് മോചനം. നവീകരണത്തിനുള്ള ടെൻഡർ നടപടികൾക്ക് ജലസേചന വകുപ്പ് തുടക്കം കുറിച്ചു. 1 മാസം കൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ ചിറയാണിത്. ചിറക്കൽ കോവിലകത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചിറ നവീകരിക്കണമെന്നാവശ്യം ശക്തമായിട്ട് ഏറെ നാളായി. ഇതിനായുള്ള ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും കഴിഞ്ഞ ജൂലൈയിൽ സർക്കാർ നൽകിയിരുന്നു. ടെൻഡർ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 300 വർഷത്തിലധികം പഴക്കമുള്ള ചിറയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യം കൂടിയുണ്ട്. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഫണ്ടും ബാക്കിയിലെ ടെൻഡർ കൂടി ഇതൊക്കെ ഗവൺമെന്റൽ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ഈ ഒരാഴ്ച മുമ്പ് ശരിയായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഇനി ഒരു വിഷമവുമില്ല. ബാക്കി അതിൻ്റെ പ്രൊസീജിയർ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. ഇനി വെള്ളം കുറേ താണാലേ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. 14 ഏക്കറിലധികം വിസ്തീർണമുള്ള ചിറയിൽ നിന്ന് 45,000 ക്യൂബിക് മീറ്റർ മണലാണ് നീക്കം ചെയ്യേണ്ടത്. ഇത്രയും മണൽ നിക്ഷേപിക്കുന്നതിന് ആവശ്യമായ ഇടമില്ല എന്നതും അധികൃതരെ കുഴക്കുന്നുണ്ട്. ഇതുകൂടാതെ ചുറ്റുമതിലും ചെളിവെള്ളം ഒഴുക്കുന്നതിനുള്ള ചാലും നിർമ്മിക്കണം. ചിറയുടെ നവീകരണത്തിനായി 2.3 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ന്യൂസ് 18 കണ്ണൂർ.